എല്ലാവർക്കും ആത്മപ്രണാമം. ദേവി മാഹാത്മ്യം പഠനം നമ്മൾ തുടരുകയാണ്. ആദ്യം ദേവി കവചം, രണ്ടാമതായി അർഗളം, മൂന്നാമതായി ദേവി കീലകവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ജപിക്കേണ്ടത് നവാക്ഷരി മന്ത്രമാണ്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമഃ. ഇതാണ് നവാക്ഷരി മന്ത്രമായിട്ട് പറയപ്പെടുന്നത്. നവാക്ഷരി മന്ത്രം എന്ന നാമം നവാക്ഷരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 9 അക്ഷരങ്ങളാണ് ഇതിൽ വരുന്നത് എന്ന്. ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ, ഈ 9 അക്ഷരങ്ങൾ ചേർന്നതാണ് നവാക്ഷരി. ഇത് മന്ത്രമായി പറയുമ്പോൾ ആദ്യം ഓം എന്നും അവസാനം നമഃ എന്നും നമ്മൾ ചേർക്കുന്നു. അങ്ങനെയാണ് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമഃ. അതായത് അർത്ഥം പറയുകയാണെങ്കിൽ ആ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ അമ്മയ്ക്ക്, ആ പ്രകൃതി എന്ന ശക്തിയുടെ മുന്നിൽ ഞാൻ ഇതാ നമസ്കരിക്കുന്നു അമ്മേ. ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയിൽ സമർപ്പിച്ച് ഞാൻ ഇതാ നമസ്കരിക്കുന്നു. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പം ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് 108 തവണ നവാക്ഷരി മന്ത്രം ജപിക്കുന്നതും ദേവി മാഹാത്മ്യത്തിന് മുന്നേ ഈ ഒരു ജപവും അനിവാര്യമാണ്. ഇതിന് ശേഷമാണ് ദേവി മാഹാത്മ്യ പാരായണം ആരംഭിക്കുന്നത്. ഇനി നമ്മൾ ദേവി മാഹാത്മ്യ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ദേവി മാഹാത്മ്യം പഠനം ആരംഭിക്കുന്നതിന് മുൻപ്, ദേവി മാഹാത്മ്യം ജപിക്കുന്നതിന് മുൻപായിട്ട് ദേവിയെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ജപിക്കേണ്ടതാണ്. ഇത്രയും ദിവസം നമ്മൾ കേട്ടത് ദേവി കവചം, അർഗളം, കീലകം, നവാക്ഷരി. ഇവയെല്ലാം ജപിച്ച് ദേവിയെ സ്തുതിച്ച് ആ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ദേവി മാഹാത്മ്യ പഠനം ആരംഭിക്കാൻ പോവുകയാണ്. ദേവി മാഹാത്മ്യം മൊത്തം 13 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ആ 13 അധ്യായങ്ങളെ തന്നെ 3 ചരിതങ്ങളായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. ആദ്യത്തെ പ്രഥമചരിതം, 2 മധ്യമചരിതം, 3 ഉത്തമചരിതം. അങ്ങനെ ദേവി മാഹാത്മ്യം 13 അധ്യായങ്ങളെ 3 ചരിതങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇതിൽ പ്രഥമചരിതത്തിൽ ദേവി മാഹാത്മ്യത്തിലെ 1-ാമത്തെ അധ്യായമാണ് വരുന്നത്. മധ്യമചരിതത്തിൽ 2, 3, 4 അധ്യായങ്ങൾ ഉൾപ്പെടുന്നു. 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ് ഉത്തമചരിതത്തിൽ പെടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ദേവി മാഹാത്മ്യം ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ പ്രഥമചരിതം 1-ാം അധ്യായം, മധ്യമചരിതം 2, 3, 4 അധ്യായങ്ങൾ, ഉത്തമചരിതം 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെയെല്ലാം ചേർന്നതാണ് ദേവി മാഹാത്മ്യം. ദേവി മാഹാത്മ്യം ചരിതം എന്താണെന്ന് വളരെ ചുരുക്കത്തിൽ തന്നെ ഒന്ന് സംഗ്രഹിച്ച് ഇവിടെ പറയാം. അതായത് ബ്രഹ്മദേവന്റെ ഒരു പകൽ എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ്. നമുക്കറിയാം 4 യുഗങ്ങളാണുള്ളത്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങൾ ചേരുമ്പോൾ അതിനെ ചതുർയുഗം എന്ന് വിളിക്കുന്നു. ഈ ഒരു ചതുർയുഗം 1000 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതിനെയാണ് 1000 ചതുർയുഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രഹ്മദേവന്റെ ഒരു പകൽ എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ പകൽ സമയത്താണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ ഈ 1000 ചതുർയുഗങ്ങൾ സൃഷ്ടികർമ്മം നടക്കുന്നു എന്നർത്ഥം. ഈ 1000 ചതുർയുഗങ്ങളെ 14 മന്വന്തരങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ 1000 ചതുർയുഗങ്ങളെ 14 മന്വന്തരങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ മന്വന്തരത്തിൻ്റെയും അധിപനായിട്ട് ഒരു മനു ഉണ്ടായിരിക്കും. ആ മനുവിൻ്റെ നാമത്തിലാണ് ആ മന്വന്തരം അറിയപ്പെടുന്നത്. ഈ മന്വന്തരം എന്ന് പറയുന്നത് 71 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു മന്വന്തരം.
അപ്പോൾ ഒരു മനുവിൻ്റെ അധിപനായിട്ടുള്ള മന്വന്തരം എന്ന് പറയുന്നത് 71 ചതുർയുഗം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങൾ 71 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതാണ് ഒരു മന്വന്തരം. ആ മന്വന്തരത്തിന്റെ അധിപൻ ഒരു മനുവായിരിക്കും. അദ്ദേഹത്തിന്റെ വംശപരമ്പരയാണ് ആ മന്വന്തരത്തിൽ ജനിക്കുന്നവർ. എല്ലാ പ്രജകളും അദ്ദേഹത്തിന്റെ പരമ്പരയിൽ നിന്നുള്ളവരായിരിക്കും. 71 ചതുർയുഗം കഴിയുമ്പോൾ അടുത്ത രണ്ടാമത്തെ മന്വന്തരം ആരംഭിക്കും. ആ മന്വന്തരത്തിന്റെ അധിപനായിട്ട് ഒരു മനു ഉണ്ടായിരിക്കും. ആ മനുവിന്റെ പേരിലാണ് രണ്ടാമത്തെ മന്വന്തരം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വംശപരമ്പരയായിരിക്കും രണ്ടാമത്തെ മന്വന്തരത്തിലെ പ്രജകളെല്ലാം തന്നെ. ഇങ്ങനെ 14 മന്വന്തരങ്ങളാണ് ഈ 1000 ചതുർയുഗങ്ങളിൽ ഉള്ളത്. ഇതിൽ നമുക്ക് ആദ്യത്തെ മനു ആരാണെന്ന് നോക്കാം. സ്വയംഭൂവ മനുവിന്റെ മന്വന്തരമാണ് ഏറ്റവും ആദ്യത്തെ. അപ്പൊ ആ മന്വന്തരത്തെ സ്വയംഭൂവ മന്വന്തരം എന്ന് വിളിക്കുന്നു. അങ്ങനെ 71 ചതുർയുഗങ്ങൾ കഴിഞ്ഞു രണ്ടാമത്തെ മനു വന്നത് സ്വാരോജിഷ മന്വന്തരമാണ്. അപ്പൊ സ്വാരോജിഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മനുവിന്റെ ആ നാമത്തിൽ സ്വാരോജിഷ മന്വന്തരം എന്ന് രണ്ടാമത്തെ മന്വന്തരം അറിയപ്പെടുന്നു. മൂന്നാമത്തെ ഉത്തമ മന്വന്തരം, നാലാമത്തെ താപസ മന്വന്തരം, അഞ്ചാമത്തെ രൈവത മന്വന്തരം, ആറാമത്തെ ചാക്ഷുഷ മന്വന്തരം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം 7ാമത്തെ മന്വന്തരമാണ്. ഈ 7ാമത്തെ മന്വന്തരത്തെ വൈവസ്വത മന്വന്തരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വൈവസ്വതനാണ് ഈ മന്വന്തരത്തിന്റെ അധിപനായിട്ടുള്ള മനുവായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്വന്തരത്തെ വൈവസ്വത മന്വന്തരം എന്ന് വിളിക്കുന്നു. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് വൈവസ്വത മന്വന്തരമാകുന്ന 7ാമത്തെ മന്വന്തരത്തിലാണ്. മൊത്തം 1000 ചതുർയുഗങ്ങൾ 14 മന്വന്തരങ്ങളാണ് ഉള്ളത്. ഇനി വരാൻ പോകുന്നത് 8ാമത്തെ മന്വന്തരമാണ്. ആ 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപൻ, ആ മന്വന്തരത്തെ സാവർണി മന്വന്തരം എന്നാണ് വിളിക്കുന്നത്. സാവർണി മന്വന്തരം, ആ മന്വന്തരത്തിന്റെ അധിപനായിട്ടുള്ള മനുവിന്റെ പേര് സാവർണി എന്നാണ്. സൂര്യപുത്രനായ ഈ സാവർണി ഈ 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ മുൻജന്മത്തിൽ അദ്ദേഹം ആരായിരുന്നു? എങ്ങനെയാണ് ഈ സാവർണി 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായി തീർന്നത്? ആ അമ്മ മഹാമായയുടെ അനുഗ്രഹം എങ്ങനെയാണ് സാവർണി നേടിയെടുത്തത്? ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരമാണ് ഈ ചരിതമാണ് ദേവീ മഹാത്മ്യത്തിൽ ഈ 13 അധ്യായങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായ സാവർണി മുൻജന്മത്തിൽ ആരായിരുന്നു? എങ്ങനെയാണ് അദ്ദേഹം ഇനി വരാൻ പോകുന്ന 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനാകാൻ പോകുന്ന സാവർണിയായിട്ട് ജനിക്കാൻ പോകുന്നത്? കാരണം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് 7ാമത്തെ മന്വന്തരത്തിലാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായ സാവർണി മനുവായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ജനിക്കാൻ കാരണമായത്? ആ അമ്മ മഹാമായ, ആ പ്രകൃതി ശക്തി എങ്ങനെയാണ് സാവർണിയെ അനുഗ്രഹിച്ചത്? എങ്ങനെയാണ് സാവർണി ആ അനുഗ്രഹം നേടിയെടുത്തത്? ഈ ചരിതമാണ് ദേവി മഹാത്മ്യമായിട്ട് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ദേവി മഹാത്മ്യം പ്രഥമ ചരിതം, അധ്യായം 1, മധുകൈടഭ വധം. മാർക്കണ്ഡേയ ഉവാച സാവർണി സൂര്യതനയഃ യഹ മനുഃ കഥ്യത്തെ അഷ്ടമഃ നിശാമയ തദുത്പത്തിം വിസ്തരാത് ഗദതോ മമ. സാവർണി സൂര്യതനയോ, സൂര്യപുത്രനായ സാവർണി, യഹ ആരാണോ അദ്ദേഹം, മനുഹു കഥ്യത്തെ അഷ്ടമഃ 8ാമത്തെ മനു എന്നറിയപ്പെടുന്ന സൂര്യപുത്രനായ സാവർണി ആരാണോ അദ്ദേഹത്തിന്റെ തദുത്പത്തി, അദ്ദേഹത്തിന്റെ ആ ഉത്പത്തിയെ കുറിച്ച് വിസ്തരാത് വളരെ വിസ്തരിച്ച് മമ ഗദതോ ഞാൻ പറഞ്ഞു തരാം, നിശാമയ കേട്ടുകൊള്ളുക എന്ന് മാർക്കണ്ഡേയ മഹർഷി ശിഷ്യന്മാരോടായിട്ട് പറയാണ് കേട്ടോ. അപ്പൊ മാർക്കണ്ഡേയ മഹർഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ചരിതം. ഇപ്പൊ പറയാണ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അതായത് 8ാമത്തെ മനു എന്നറിയപ്പെടുന്ന സൂര്യപുത്രനായ സാവർണിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് ഞാൻ വിസ്തരിച്ചു പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടുകൊള്ളുക.
ശ്ലോകം 2. മഹാമായ അനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗഃ സാവർണീ തനയഃ രവേഹേ. അതായത് മഹാഭാഗഃ മഹാഭാഗനും തനയോഹോ രവേഹേ സൂര്യപുത്രനുമായ സാവർണി സഹസാവർണി ആ സാവർണി മഹാമായ അനുഭാവേന മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് യഥാ മന്വന്തരാധിപ എങ്ങനെയാണ് ഈ 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായിട്ട് വരാൻ പോകുന്നത്, മന്വന്തരത്തിന്റെ അധിപനായി എന്നതും കേട്ടുകൊള്ളുക എന്ന്. അപ്പൊ മാർക്കണ്ഡേയ മഹർഷി പറയാണ്, മഹാഭാഗനും സൂര്യപുത്രനുമായ ഈ സാവർണി അമ്മ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനാകാൻ പോകുന്നത്, ആ ചരിതവും കേട്ടുകൊള്ളുക എന്ന്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ സാവർണി ആരായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായി ജനിക്കാനുണ്ടായ കാരണം, അദ്ദേഹം മുൻ ജന്മത്തിൽ ആരായിരുന്നു, ആ കർമ്മം കൊണ്ടാണല്ലോ അടുത്ത ജന്മത്തിൽ അങ്ങനെ ഒരു ജന്മം കിട്ടുന്നത്. അപ്പൊ മുൻ ജന്മത്തിൽ ആരായിരുന്നു എന്ന് ആ ഉത്പത്തിയെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. 2ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹത്തിന് ഈ 8ാമത്തെ മന്വന്തരത്തിന്റെ അധിപനായി വരാൻ അമ്മ മഹാമായയുടെ അനുഗ്രഹം എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്, അത് വിസ്തരിച്ചു പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക എന്നാണ് മാർക്കണ്ഡേയ മഹർഷി പറയുന്നത്. ശേഷം അടുത്ത ഭാഗത്തിൽ സൂര്യപുത്രനായ സാവർണി മനുവിന്റെ മുൻജന്മത്തിൽ അദ്ദേഹം ആരായിരുന്നു എന്നുള്ള ചരിതം നമുക്ക് മനസ്സിലാക്കാം.